അഞ്ചാം ക്ലാസ്സിലെ കുട്ടികളുടെ ബേസിക് സയൻസിൻ്റെ ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ്. പുതിയ സിലബസ് പ്രകാരമുള്ള കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും ആൻസേഴ്സുമാണ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ബേസിക് സയൻസിൻ്റെ വേറെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ക്ലാസ് 5 ക്രിസ്മസ് എക്സാം എന്നുള്ള പ്ലേലിസ്റ്റിൽ എല്ലാ സബ്ജക്റ്റിൻ്റെയും ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് അവൈലബിൾ ആണ്. അതുപോലെ നിങ്ങളുടെ സബ്ജക്റ്റും അവൈലബിൾ ആണ്. ആക്ടിവിറ്റി 1 ഫസ്റ്റ് ക്വസ്റ്റ്യൻ, എക്സ്പ്ലെയിൻ ദി സ്റ്റെപ്സ് ഇൻവോൾവ്ഡ് ഇൻ പ്യൂരിഫൈയിങ് റിവർ വാട്ടർ ഫോർ ഹൗസ് ഹോൾഡ് യൂസ്. നമ്മുടെ വീട്ടിലെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട്, ഹൗസ് ഹോൾഡ് യൂസിന് വേണ്ടിയിട്ട് നമ്മൾ റിവർ വാട്ടർ പ്യൂരിഫൈ ചെയ്തെടുക്കാറുണ്ട് അല്ലേ, അതായത് ശുദ്ധീകരിച്ചെടുക്കാറുണ്ട്. റിവർ വാട്ടർ മലിനമായിട്ടുള്ള വെള്ളമാണ്, അത് പ്യൂരിഫൈ ചെയ്യാനെടുക്കുന്ന സ്റ്റെപ്പുകൾ, ആ സ്റ്റെപ്സ് എഴുതാനാണ്, ഘട്ടങ്ങൾ എഴുതാനാണ് പറഞ്ഞത്. സ്റ്റെപ്സ് ടു പ്യൂരിഫൈ റിവർ വാട്ടർ. റിവർ വാട്ടറിനെ പ്യൂരിഫൈ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഘട്ടങ്ങളിൽ സ്റ്റെപ്സുകൾ എന്തൊക്കെയാണ്? ആദ്യം നമ്മൾ അതിലുള്ള ലാർജ് ഡെബ്രിസിലെ വലിയ കല്ലുകളൊക്കെ ഫിൽട്ടർ ചെയ്തെടുക്കണം, അരിച്ചെടുക്കണം അല്ലെ. എങ്ങനെ ശുദ്ധീകരിക്കാം? നമ്മൾ റിവർ വാട്ടർ എന്ന മലിനമായിട്ടുള്ള വെള്ളമാണ്, അതിനെ എങ്ങനെ പ്യൂരിഫൈ ചെയ്തിട്ട് ശുദ്ധീകരിച്ച് വൃത്തിയുള്ള നമ്മുടെ വീട്ടിലെ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന വെള്ളത്തിന് വേണ്ടിയിട്ട് എങ്ങനെ ആ വെള്ളമാക്കി മാറ്റാം. ആദ്യം അതിൽ വലിയ കല്ലുകളൊക്കെ അല്ലേ, ലാർജ് ഡെബ്രിസുകളില്ലേ, വലിയ അവശിഷ്ടങ്ങളൊക്കെ എന്താണ് നീക്കം ചെയ്യണം അല്ലേ, ഫിൽട്ടർ ഔട്ട് ചെയ്യണം, ഫിൽട്ടർ ചെയ്ത് മാറ്റണം, ഫിൽട്ടർ ഔട്ട് ലാർജ് ഡെബ്രിസ്. സെക്കൻഡ് സ്റ്റെപ്പ്, അലോ സെഡിമെൻറ്റേഷൻ ടു സെറ്റിൽ ഇമ്പ്യൂരിറ്റീസ്. അപ്പോൾ ഇമ്പ്യൂരിറ്റീസിലെ പൊടിപടലങ്ങളൊക്കെ ഉണ്ടാവും, അത് സെറ്റിൽ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സമയം കൊടുക്കുക അല്ലെ, അടിയിൽ അടിഞ്ഞുകൂടണം ഇമ്പ്യൂരിറ്റീസൊക്കെ. എന്നിട്ട് പാസ് ത്രൂ മൾട്ടി ലെയേർഡ് സീവ്സ്, എന്നിട്ട് മൾട്ടി ലെയേർഡ് ആയിട്ടുള്ള സീവ്സിലൂടെ പാസ് ചെയ്യുക. അപ്പോൾ എന്താണ്, ആ ഇമ്പ്യൂരിറ്റീസ് നമുക്ക് വേർതിരിക്കാൻ കഴിയില്ല, ഒഴിവാക്കാൻ കഴിയും. എന്നിട്ട് അതിലുള്ള ഇമ്പ്യൂരിറ്റീസിനൊക്കെ നമ്മൾ കളഞ്ഞു അല്ലെ, പൊടിപടലങ്ങൾ, വലിയ കല്ലുകൾ, അങ്ങനത്തെ എല്ലാ അവശിഷ്ടങ്ങളെയും കളഞ്ഞതിന് ശേഷം ആ വാട്ടർ ഡിസിൻഫെക്റ്റ് ചെയ്യണം അല്ലെ, അണുവിമുക്തമാക്കണം. ഡിസിൻഫെക്റ്റ് ദി വാട്ടർ ടു കിൽ ബാക്ടീരിയ. ബാക്ടീരിയനെ കൊല്ലാൻ വേണ്ടിയിട്ട്, അതിലെ അണുക്കളൊക്കെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് ഡിസിൻഫെക്റ്റ് ചെയ്യണം, അണുവിമുക്തമാക്കണം. അപ്പോൾ ഇങ്ങനെ നമുക്ക് റിവർ വാട്ടറിനെ പ്യൂരിഫൈ ചെയ്തിട്ട് പ്യുവർ വാട്ടർ ആക്കി മാറ്റാം. Second question, if 1 liter of water is used for cooking and 2.5 liter for drinking, calculate the total water consumption for a family of 4 in 1 day. കുക്കിങ്ങിന് വേണ്ടിയിട്ട് 1 ലിറ്റർ വെള്ളമാണ് ഉപയോഗിച്ചത്, 2.5 ലിറ്റർ വെള്ളം ഡ്രിങ്കിങ്ങില്ലേ, കുടിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ചു അല്ലേ. ഒരു ലിറ്ററിൻ്റെ ബോട്ടിൽ നിങ്ങൾ കണ്ടില്ലേ. അപ്പോൾ കുക്കിങ്ങിന് വേണ്ടിയിട്ട് 1 ലിറ്ററിൻ്റെ വെള്ളം, 2.5 ലിറ്റർ ഡ്രിങ്കിങ് കുടിക്കാൻ വേണ്ടിയിട്ട്. കാൽക്കുലേറ്റ് ടോട്ടൽ വാട്ടർ കൺസപ്ഷൻ ഫോർ എ ഫാമിലി ഓഫ് 4 in 1 day. അപ്പോൾ കാൽക്കുലേറ്റ് ടോട്ടൽ വാട്ടർ കൺസപ്ഷൻ ഫോർ എ ഫാമിലി ഓഫ് 4, 4 ആളുകളുള്ള ഫാമിലിയിൽ അതിൻ്റെ ടോട്ടൽ വാട്ടർ എത്ര വെള്ളം ഉപയോഗിച്ചു എന്ന്, ഒരു ദിവസത്തേക്ക് എത്ര വെള്ളം ടോട്ടൽ ഉപയോഗിച്ചു എന്നുള്ളത് കാണാനാണ്. ടോട്ടൽ വാട്ടർ കൺസപ്ഷൻ ഫോർ എ ഫാമിലി ഓഫ് 4 in 1 day. ഒരു ദിവസം 4 ആളുകളുള്ള ഫാമിലിയിൽ എത്ര വെള്ളം ചിലവഴിച്ചു, എത്ര വെള്ളം ഉപയോഗിച്ചു. അപ്പോൾ കുക്കിങ്ങിന് വേണ്ടിയിട്ട് 1 ലിറ്ററാണ്, അങ്ങനെ 4 ആളുകളുണ്ട് അല്ലേ, ഫാമിലി ഓഫ് 4 ആണ്. അപ്പോൾ 1 ലിറ്റർ ഇൻറ്റു 4 ലിറ്റേഴ്സ്. ഡ്രിങ്കിങ്ങിന് വേണ്ടിയിട്ട് 2.5 ലിറ്റർ ഇൻറ്റു 4, 4 ആളുകൾക്ക്, ഒരാളുകൾക്ക് ഉള്ളതാണ് 2.5 ലിറ്റർ. 4 ആളുകൾക്ക് ഇൻറ്റു 4 ചെയ്യുക, ഇൻറ്റു 4 ചെയ്താൽ 10 ലിറ്റേഴ്സ് എന്ന് കിട്ടി. അപ്പോൾ ടോട്ടൽ 4 + 10 14 ലിറ്റേഴ്സ് പെർ ഡേ അല്ലേ, ഒരു ദിവസത്തേക്ക് 14 ലിറ്റർ വെള്ളമാണ് ഉപയോഗിക്കുന്നത്. തേർഡ് ക്വസ്റ്റ്യൻ, സജസ്റ്റ് 3 ways ടു റെഡ്യൂസ് വാട്ടർ വേസ്റ്റേജ് അറ്റ് ഹോം. നമ്മുടെ വീട്ടിലെ വാട്ടറിൻ്റെ വേസ്റ്റേജിൽ വെള്ളം അനാവശ്യമായിട്ട് ചിലവാക്കുന്നത് റെഡ്യൂസ് ചെയ്യാനുള്ള 3 വഴികൾ, 3 ways ചെയ്താനാണ് പറഞ്ഞത്. ഫിക്സ് ലീക്കിംഗ് ടാപ്പ് ആൻഡ് പൈപ്പ്സിലെ, ലീക്കായിട്ടുള്ള ടാപ്പും പൈപ്പൊക്കെ ഫിക്സ് ചെയ്യാം. യൂസ് വാട്ടർ സേവിങ് അപ്ലയൻസ് അല്ലേ, വാട്ടർ സേവ് ചെയ്യുന്ന അപ്ലയൻസ്, വീട്ടുപകരണങ്ങൾ ഉപയോഗിക്കാം. പ്രാക്ടീസ് റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗ്, റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗ് പ്രാക്ടീസ് ചെയ്യാം, അതായത് മഴവെള്ള സംഭരണി ഉണ്ടാക്കുന്നത് പ്രാക്ടീസ് ചെയ്യിപ്പിക്കാം അല്ലേ. അങ്ങനെ നമുക്ക് റെയിനൊക്കെ പെയ്യുമ്പോൾ റെയിൻ എടുത്ത് വെച്ചിട്ട് സൂക്ഷിക്കാം അല്ലേ, മഴവെള്ള സംഭരണി അല്ലേ, മഴ എടുത്ത് വെച്ചിട്ട് പിന്നെ ആവശ്യം ഉണ്ടാകുമ്പോൾ ഉപയോഗിക്കാം. അങ്ങനെയൊക്കെ വെള്ളത്തിൻ്റെ വേസ്റ്റേജ് നമുക്ക് കുറയ്ക്കാൻ സാധിക്കുന്നതാണ്. വാട്ടർ എന്താണ്, യൂണിവേഴ്സൽ സോൾവൻ്റ് ആണ് അല്ലേ. മാച്ച് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻ ഉണ്ട്, നമ്മൾ മുന്നേ സോൾവ് ചെയ്തൊരു ക്വസ്റ്റ്യൻ പേപ്പറിൽ അങ്ങനെയുണ്ട്. വാട്ടർ എന്നുള്ളത് എന്താണ്, യൂണിവേഴ്സൽ സോൾവൻ്റ് ആണ്. കാരണം ചോദിച്ചിട്ടും അതിലൊരു ക്വസ്റ്റ്യൻ ഉണ്ടായിട്ടുണ്ട്. വാട്ടർ ഡിസോൾവ് മെനി സബ്സ്റ്റൻസ് ഡ്യൂ ടു ഇറ്റ്സ് പോളാർ നേച്ചർ. അതിൻ്റെ പോളാർ നേച്ചർ കാരണം വാട്ടർ എന്താണ്, അതിനെ കുറേ സബ്സ്റ്റൻസിനെ ഡിസോൾവ് ചെയ്യിപ്പിക്കുന്നു. അതായത് നമ്മൾ പഞ്ചസാര ഇട്ടാലും ഉപ്പിട്ടാലൊക്കെ അതിൽ അലിഞ്ഞു പോകും അല്ലേ, വെള്ളത്തിൽ അധിക സാധനം അല്ലേ, കുറേ ഒട്ടുമിക്ക സബ്സ്റ്റൻസും അതിൽ അലിഞ്ഞു പോകും അല്ലേ, ലയിക്കുന്നതാണ്, അതായത് ഡിസോൾവ് ചെയ്യും അല്ലേ. വാട്ടർ ഒട്ടുമിക്ക സബ്സ്റ്റൻസിനെയും ഡിസോൾവ് ചെയ്യിപ്പിക്കും, അതുകൊണ്ടാണ് അതിനെ യൂണിവേഴ്സൽ സോൾവൻ്റ് എന്ന് പറയുന്നത്. വാട്ടർ ഡിസോൾവ് മെനി സബ്സ്റ്റൻസ്. എന്തുകൊണ്ടാണ്, ഡ്യൂ ടു ഇറ്റ്സ് പോളാർ നേച്ചർ, അതിൻ്റെ പോളാർ നേച്ചർ കൊണ്ടാണ് അങ്ങനെ ഡിസോൾവ് ചെയ്യിപ്പിക്കുന്നത്. എക്സാമ്പിൾ, ഷുഗർ ഡിസോൾവ് ഇൻ വാട്ടർ ടു ഫോം എ ഷുഗർ സൊല്യൂഷൻ. എക്സാമ്പിൾ എന്താണ്, ഷുഗർ വാട്ടറിൽ ഡിസോൾവ് ചെയ്തിട്ട് ഒരു ഷുഗർ സൊല്യൂഷൻ ഉണ്ടാക്കുന്നത് അല്ലേ, ഷുഗർ വാട്ടറിൽ ഡിസോൾവ് ആവുന്നുണ്ട് അല്ലേ, ഒരു എക്സാമ്പിൾ. അതുപോലെ സാൾട്ട് ഡിസോൾവ്ഡ് ഇൻ വാട്ടർ ഫോർ കുക്കിംഗ്, കുക്കിങ്ങിന് വേണ്ടിയിട്ട് സാൾട്ട് വെള്ളത്തിൽ അലിയുന്നുണ്ട് അല്ലേ, ഡിസോൾവ് ആവുന്നുണ്ട്. അപ്പോൾ എന്താണ്, ഒട്ടുമിക്ക സബ്സ്റ്റൻസ് അല്ലേ, അതായത് ഷുഗർ, സാൾട്ട്, അങ്ങനത്തെ ഒരുപാട് സബ്സ്റ്റൻസ് വെള്ളത്തിൽ ഡിസോൾവ് ആവുന്നുണ്ട്, അലിയുന്നുണ്ട്, അതുകൊണ്ടാണ് യൂണിവേഴ്സൽ സോൾവൻ്റ് എന്ന് വാട്ടറിനെ വിളിക്കുന്നത്.
നെക്സ്റ്റ് ആക്ടിവിറ്റി 2 സെക്കൻഡ് ക്വസ്റ്റ്യൻ കണ്ടക്ട് എ തോട്ട് എക്സ്പെരിമെൻറ്റ് ടു പ്രഡിക്റ്റ് വെദർ ഷുഗർ ക്യാംഫർ ആൻഡ് കോക്കനട്ട് ഓയിൽ വിൽ ഡിസോൾവ് ഇൻ വാട്ടർ. അപ്പോൾ വെള്ളത്തിൽ ക്യാംഫർ ഷുഗർ കോക്കനട്ട് ഓയിലൊക്കെ ഡിസോൾവ് ആവുമോ അലിയുമോ? റൈറ്റ് യുവർ ഗസ്സസ് ആൻഡ് എക്സ്പ്ലെയിൻ വൈ. നിങ്ങളുടെ ഗസ് എക്സ്പ്ലെയിൻ ചെയ്യാനാണ് പറഞ്ഞത്. എങ്ങനെയൊക്കെ ഏതാ വെള്ളത്തിൽ ഷുഗർ ഇട്ടാൽ അത് ഡിസോൾവ് ആവും അലിയും അല്ലേ? കാരണം എന്താണ്? അത് പോളാറാണ് അല്ലേ? ഷുഗർ ഡിസോൾവ് ബിക്കോസ് ഇറ്റ് ഈസ് പോളാർ. അത് പോളാർ ആയതുകൊണ്ട് ഡിസോൾവ് ആവും. സാൾട്ട് ആണെങ്കിലും ഡിസോൾവ് ആവും. ക്യാംഫർ കർപ്പൂരം നിങ്ങൾ വെള്ളത്തിലിട്ടാൽ ഡിസോൾവ് ആവുമോ? ഇല്ല അല്ലേ? കുറച്ചൊക്കെ ഇങ്ങനെ പാർഷ്യലി ആയിട്ട് കുറച്ച് ഡിസോൾവ് ആവും, കുറച്ച് ഇങ്ങനെ ഡിസോൾവ് ആവാതെ അവിടെ ഇവിടെ നിൽക്കും ചെയ്യും. അതായത് പാർഷ്യലി ആയിട്ടാണ് ഡിസോൾവ് ആവുക. കംപ്ലീറ്റ് ആയിട്ട് ഡിസോൾവ് ആവില്ല, പകുതി പാർഷ്യലായിട്ട് ഡിസോൾവ് ആവും. കാരണം എന്താണ്? ഡ്യൂ ടു ഇറ്റ്സ് ഓർഗാനിക് നേച്ചർ. അതിൻ്റെ ഓർഗാനിക് നേച്ചർ കൊണ്ടാണ്. നമ്മൾ സ്മെല്ലിനൊക്കെ ഉപയോഗിക്കുന്ന കല്ലുപ്പ് പോലെയുള്ള നല്ല സ്മെല്ലുള്ള ഒരു സാധനമാണ് കർപ്പൂരം എന്ന് പറയുന്നത് അല്ലേ? പക്ഷേ കല്ലുപ്പ് പോലെ ഡിസോൾവ് ആവുന്ന സാധനമല്ല, പാർഷ്യലായിട്ട് ഡിസോൾവ് ആവുള്ളൂ, ഫുള്ള് ഡിസോൾവ് ആവില്ല. അതിനെന്താണ്? ഓർഗാനിക് നേച്ചർ കൊണ്ടാണ് അതെന്താണ് പാർഷ്യലി ഡിസോൾവ് ആവുന്നത് അല്ലെ? കംപ്ലീറ്റ് ആവില്ല, പകുതി ഡിസോൾവ് ആവുകയുള്ളൂ. കോക്കനട്ട് ഓയിൽ എന്താണ്? വെള്ളത്തിൽ ഒഴിച്ചാൽ എന്താണ് അങ്ങനെ വേറെ അങ്ങനെ ഒരു ലെയർ പോലെ നിൽക്കുന്നത് കാണാം. ഡിസോൾവ് ആവില്ല. കാരണം എന്താണ്? നോൺ പോളാറാണ്. പോളാർ ആയിട്ടുള്ളതാണ് ഡിസോൾവ് ആവുക അല്ലേ? ഇപ്പോൾ നാച്ചുറൽ ആയിട്ടുള്ളത് ഓർഗാനിക് നേച്ചർ കാണിക്കുന്നത് എന്താണ്? പാർഷ്യലി ആയിട്ട് ഡിസോൾവ് ചെയ്യും. നോൺ പോളാർ ആയതുകൊണ്ട് അല്ലേ? പോളാർ അല്ലാത്തത് കൊണ്ട് അത് ഡിസോൾവ് ആവില്ല. ഡസ് നോട്ട് ഡിസോൾവ്. നെക്സ്റ്റ് ആക്ടിവിറ്റി 2 തേർഡ് ക്വസ്റ്റ്യൻ ഡിസ്കസ് ദി ഇമ്പോർട്ടൻസ് ഓഫ് ടെസ്റ്റിംഗ് ഡ്രിങ്കിങ് വാട്ടർ ക്വാളിറ്റി ആൻഡ് ലിസ്റ്റ് 3 ഇൻഡിക്കേറ്റേഴ്സ് ഓഫ് അൺസേഫ് വാട്ടർ. അപ്പോൾ നമ്മൾ ഡ്രിങ്കിങ് വാട്ടറിൻ്റെ ക്വാളിറ്റി ടെസ്റ്റ് ചെയ്യുന്നതിൻ്റെ ഇമ്പോർട്ടൻസ് അല്ലേ? നമ്മൾ വേറൊരു വീഡിയോയിൽ ചെയ്തതാണ്. അതിലെ ക്വസ്റ്റ്യനിൽ അല്ലെ അതിലും ചോദിച്ചിട്ടുണ്ട്. എന്താണ് ക്വാളിറ്റി ചെക്ക് ചെയ്യുന്നത് അല്ലേ? അതിലുള്ള ഇമ്പ്യൂരിറ്റീസൊക്കെ കളയണം അല്ലേ? അതിലുള്ള ബാക്ടീരിയനെ നശിപ്പിക്കാൻ അല്ലേ? നമുക്ക് സേഫായിട്ട് കുടിക്കാനൊക്കെ ഉറപ്പ് വരുത്തണമെങ്കിൽ നമ്മൾ ക്വാളിറ്റി ചെക്ക് ചെയ്യണം അല്ലേ? അതിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ ഡ്രിങ്കിങ് വാട്ടറിൻ്റെ ക്വാളിറ്റി ചെക്ക് ചെയ്യുന്നത് ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറയാൻ കാരണം. ഓക്കെ, ലിസ്റ്റ് 3 ഇൻഡിക്കേറ്റേഴ്സ് ഓഫ് അൺസേഫ് വാട്ടർ. അൺസേഫ് ആയിട്ട് വാട്ടറിൻ്റെ 3 ഇൻഡിക്കേറ്റേഴ്സിനെ ലിസ്റ്റ് ചെയ്യാനാണ് പറഞ്ഞത്. അൺസേഫ് ആണെങ്കിലേ, സേഫ് അല്ലെങ്കിൽ അതിൽ ബാക്ടീരിയ ഉണ്ടാവും, ഇമ്പ്യൂരിറ്റി ഉണ്ടാവും, നല്ല സ്മെല്ല് ഉണ്ടാവും, കളർ ചേഞ്ച് ഉണ്ടാവും അല്ലേ? അതൊക്കെയാണ് അൺസേഫ് അല്ലേ? സേഫ് അല്ലാത്ത വെള്ളത്തിൻ്റെ പ്രത്യേകതകൾ. ഇൻഡിക്കേറ്റേഴ്സ് ഓഫ് അൺസേഫ് വാട്ടർ. അൺസേഫ് ആയിട്ടുള്ള വാട്ടറിൽ എന്തൊക്കെ ഉണ്ടാവും? പ്രസൻസ് ഓഫ് ബാക്ടീരിയ ഉണ്ടാവും, അണുക്കളുണ്ടാവും. ഫോൾ ഓർഡർ ഓർ കളർ അല്ലേ? നല്ല വൃത്തികെട്ട സ്മെല്ല് അല്ലെങ്കിൽ എന്തെങ്കിലും വൃത്തികെട്ട കളറായിരിക്കും. ഫോൾ ആയിട്ടുള്ള ഓർഡറും അല്ലെങ്കിൽ കളറും ആയിരിക്കും ഉണ്ടാവുക. പ്രസൻസ് ഓഫ് കെമിക്കൽ വേസ്റ്റ് ഉണ്ടാവും, എന്തെങ്കിലും വേസ്റ്റ് ഇമ്പ്യൂരിറ്റീസ് ഒക്കെ ഉണ്ടാവും. അതായത് അൺസേഫ് ആയിട്ടുള്ള വെള്ളമാണെന്ന് നമുക്ക് ഉറപ്പിക്കാം. നെക്സ്റ്റ് ആക്ടിവിറ്റി 3 ഫസ്റ്റ് ക്വസ്റ്റ്യൻ എക്സ്പ്ലെയിൻ ദി പ്രോസസ് ഓഫ് സീഡ് ജെർമിനേഷൻ. സീഡ് ജെർമിനേഷൻ്റെ പ്രോസസ്സ് എക്സ്പ്ലെയിൻ ചെയ്യാൻ ആൻഡ് ദി റോൾ ഓഫ് വാട്ടർ, എയർ ആൻഡ് സൺലൈറ്റ് ഇൻ ഇറ്റ്. അതിൽ എന്താണ് എയറിൻ്റെ റോള്, വാട്ടറിൻ്റെ റോള്, സൺലൈറ്റിൻ്റെ റോളൊക്കെ എന്തൊക്കെയാണ്? സീഡ് വിത്ത് മുളയ്ക്കുമ്പോൾ എന്തൊക്കെയാണ് വെള്ളം ചെയ്യുന്നത്? സീഡ് ജെർമിനേഷൻ പ്രോസസ്സിൽ സീഡ് അബ്സോർബ് വാട്ടർ കോസിങ് ദം ടു സ്വെൽ. സീഡ് എന്താണ്? വെള്ളത്തെ അബ്സോർബ് ചെയ്യുന്നു, അങ്ങനെ എന്താണ് അത് വീർക്കുന്നില്ലേ, സ്വെൽ ചെയ്യാൻ കാരണമാകുന്നത്. അപ്പോൾ വെള്ളം എന്താണ്? സീഡ് ജെർമിനേഷൻ ആവശ്യമാണല്ലേ? വെള്ളം ഒഴിച്ചാലല്ലേ ഉള്ളൂ സീഡ് ജെർമിനേറ്റ് ചെയ്യാൻ, മുളക്കുകയുള്ളൂ. ദി റാഡിക്കൽ ഗ്രോസ് ഡൗൺവേർഡ് ഇൻ ടു ദി സോയിൽ ടു ഫോം റൂട്ട്. റാഡിക്കിൾ ഡൗൺവേർഡിലേക്ക് അല്ലേ, മണ്ണിലേക്കാണ് വളരുന്നത്, ഗ്രോ ചെയ്തിട്ട് റൂട്ടുകൾ ഉണ്ടാവുന്നത് അല്ലേ? അതിൻ്റെ റാഡിക്കിൾ ഗ്രോ ചെയ്തിട്ട് റൂട്ട്, വേരുകൾ ഉണ്ടാവുന്നത് അല്ലേ മണ്ണിലേക്ക് ഇറങ്ങിയിട്ടാണ്. ദി പ്ലമ്യൂൾ ഗ്രോസ് അപ്വേർഡ് ടു ഫോം ദി ഷൂട്ട്. ദി പ്ലമ്യൂള് മുകളിലേക്ക് വളർന്നിട്ട് എന്താണ്? ഷൂട്ട് ഫോം ചെയ്യുന്നത് അല്ലേ? പ്ലമ്യൂള് മുകളിലേക്ക് വളർന്നിട്ട്, അതായത് സൺലൈറ്റ് അല്ലേ, സൺലൈറ്റിൻ്റെ പ്രസൻസ് ഉണ്ടായത് കൊണ്ടാണ് മുകളിലേക്ക് വളരുന്നത്. അപ്പോൾ സൺലൈറ്റും സോയിലും വെള്ളമൊക്കെ നമ്മൾ സീഡ് ജെർമിനേഷനിൽ അത്യാവശ്യമാണ്. നെക്സ്റ്റ് തേർഡിൽ സെക്കൻഡ് ക്വസ്റ്റ്യൻ ലിസ്റ്റ് 2 ഡിഫറൻസസ് ബിറ്റ്വീൻ മോണോകോട്ട് ആൻഡ് ഡൈക്കോട്ട് പ്ലാന്റ്സ് ബേസ്ഡ് ഓൺ റൂട്ട് സിസ്റ്റം ആൻഡ് വെനേഷൻ. അപ്പോൾ എന്താണ് റൂട്ട് സിസ്റ്റം, ഏതാണ് വെനേഷൻ, ഏത് ടൈപ്പാണ്? മോണോകോട്ട് പ്ലാന്റും ഡൈക്കോട്ട് പ്ലാന്റും തമ്മിലുള്ള ഡിഫറൻസ്, 2 മേജർ ഡിഫറൻസ്. ഏത് റൂട്ട് സിസ്റ്റമാണ്? ടാപ്പ് റൂട്ടാണോ ഫൈബ്രസ് ആണോ? മോണോകോട്ട് പ്ലാന്റിന് എന്താണ്? ഫൈബ്രസ് റൂട്ട് സിസ്റ്റമാണ്, ഫൈബർ പോലെ, നാരുകൾ പോലെ ഉള്ളത് അല്ലേ? എക്സാമ്പിൾ ഗ്രാസ് ഓർത്താതില്ലേ? പുല്ലിൻ്റെ വേരുകൾ എങ്ങനെയാണ്? റൂട്ട് എങ്ങനെയാണ്? ഫൈബർ പോലെ അല്ലേ? വേരുകൾ ഇങ്ങനെ ഫൈബേഴ്സ് പോലെ ഉള്ളതാണ്. അതിന് പാരലൽ വെനേഷൻ ആയിരിക്കും. പാരലൽ പുല്ലിൻ്റെ വെനേഷൻ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ? അതിൻ്റെ വെയിൻസ് എങ്ങനെയാണ്? ലീഫിൻ്റെ അല്ലേ? പാരലായിട്ടാണ്, പാരലൽ വെനേഷനാണ്. അതുപോലെ ഡൈക്കോട്ട് പ്ലാന്റ്സിന് ടാപ്പ് റൂട്ട് സിസ്റ്റം ആയിരിക്കും, റെക്ടിക്കുലേറ്റ് വെനേഷൻ ആയിരിക്കും. എക്സാമ്പിൾ മാംഗോൻ്റെ ലീവ്സിലെ വെയിൻസ് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ? അതായത് റെക്ടിക്കുലേറ്റ് ആയിട്ടായിരിക്കും ഉണ്ടാവുക. മാംഗോയിലെ ലീവ്സിൻ്റെ വെനേഷൻ, ലീഫിൻ്റെ പാറ്റേൺ എങ്ങനെയാണ്? റെക്ടിക്കുലേറ്റ് വെനേഷനാണ്. ആ ലീഫ് ശ്രദ്ധിച്ചാൽ മതി. അതായത് ടാപ്പ് റൂട്ട് സിസ്റ്റമാണ്. അതിൻ്റെ റൂട്ട് എങ്ങനെയാണ്? ടാപ്പ് റൂട്ടാണ്. താഴേക്ക് ആഴ്ന്നിറങ്ങിയ വേരുകളിലെ ടാപ്പ് റൂട്ട് സിസ്റ്റമാണ്. അപ്പോൾ റൂട്ട് സിസ്റ്റം വെനേഷനും വെരി ഇമ്പോർട്ടൻറ്റ്. 1 വേർഡായിട്ടോ അല്ലെങ്കിൽ എക്സ്പ്ലെയിൻ ചെയ്യാനോ മാച്ച് ചെയ്യാനോ എന്തായാലും ഉണ്ടായിരിക്കുന്നതാണ്. നമ്മൾ മുന്നേ ചെയ്ത ക്വസ്റ്റ്യൻ പേപ്പറിലും അതുണ്ടായിരുന്നു.
നെക്സ്റ്റ് ആക്ടിവിറ്റി 3 തേർഡ് ക്വസ്റ്റ്യൻ റൈറ്റ് ആൻ എക്സാമ്പിൾ ഓഫ് എ പ്ലാന്റ് ദാറ്റ് ഗ്രോസ് വിത്തൗട്ട് സീഡ്സ്. സീഡ്സ് ഇല്ലാതെ വളരുന്ന ഒരു പ്ലാന്റ്, അതിന് എക്സാമ്പിൾ എഴുതാനാണ് പറഞ്ഞത്. ആൻഡ് എക്സ്പ്ലെയിൻ ഇറ്റ്സ് പ്രൊപ്പഗേഷൻ മെത്തേഡ്, അതിൻ്റെ പ്രൊപ്പഗേഷൻ മെത്തേഡും എക്സ്പ്ലെയിൻ ചെയ്യണം. എക്സാമ്പിൾ ഓഫ് പ്ലാന്റ് പ്രൊപ്പഗേഷൻ വിത്തൗട്ട് സീഡ് ഇല്ലാതെ ഉണ്ടാവുന്ന പ്ലാന്റ് ഏതാണ്? റോസ് അല്ലേ. റോസിൻ്റെ നമ്മൾ കൊമ്പ് അല്ലേ, സ്റ്റെമ്മാണ് കട്ട് ചെയ്തിട്ട് കുഴിച്ചിടാറ്. മെത്തേഡ് ഏതാണ്? ഗ്രോൺ ത്രൂ സ്റ്റെം കട്ടിങ്സ് അല്ലേ, സ്റ്റെമ്മ് കട്ട് ചെയ്തിട്ടാണ് വളരുന്നത് അല്ലേ. അതിൻ്റെ തണ്ടുകൾ സ്റ്റെമ്മ് ഇങ്ങനെ കട്ട് ചെയ്തിട്ട് കുഴിച്ചിടാറാണ് നമ്മൾ റോസിൻ്റെത് അല്ലേ. റോസ് ഹിബിസ്കസിൻ്റെതൊക്കെ അങ്ങനെ സ്റ്റെമ്മ് കട്ട് ചെയ്തിട്ടാണ് നമ്മൾ പ്ലാന്റ് ചെയ്യാറ്. അപ്പോൾ അതിൻ്റെ എന്താണ്? സീഡ് അല്ലാതെ അല്ലേ, സ്റ്റെമ്മ് കട്ട് ചെയ്തിട്ടാണ് വളരുന്നത്. എക്സാമ്പിൾ റോസ്. നെക്സ്റ്റ് ആക്ടിവിറ്റി 4 ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഹൗ ഡസ് വാട്ടർ സ്കാസിറ്റി ഇമ്പാക്ട് അഗ്രികൾച്ചർ ആൻഡ് ഡെയിലി ലൈഫ്? സജസ്റ്റ് 2 സൊല്യൂഷൻ ടു ടാക്കിൾ വാട്ടർ സ്കാസിറ്റി. വാട്ടർ സ്കാസിറ്റിൻ്റെ ഇമ്പാക്റ്റ് അഗ്രികൾച്ചറിലും നമ്മുടെ ഡെയിലി ലൈഫിലും എങ്ങനെയാണ് ബാധിക്കുന്നത് അല്ലേ, അതിന് 2 സൊല്യൂഷൻസ് സജസ്റ്റ് ചെയ്യാനും പറഞ്ഞിട്ടുണ്ട്. ഇമ്പാക്റ്റ് ഓഫ് വാട്ടർ സ്കാസിറ്റി അല്ലേ, വെള്ളമില്ലായ്മയുടെ ഇമ്പാക്റ്റ് എന്തൊക്കെയാണ്? വെള്ളം ഇല്ലെങ്കിൽ എന്താണ് നമുക്ക് കൃഷി ചെയ്യാൻ അല്ലേ, കൃഷിയിടങ്ങളെ ബാധിക്കും. അതായത് ഈൽഡ്സ് അല്ലേ, റെഡ്യൂസ് ക്രോപ്പ് ഈൽഡ്സ് കിട്ടുന്നത് കുറയും. ആൻഡ് എഫക്റ്റ് ഫുഡ് സപ്ലൈനെ എഫക്റ്റ് ചെയ്യും. നമുക്ക് ഫുഡൊക്കെ കിട്ടാതാവും അല്ലേ, ഈൽഡ് അല്ലേ, നമുക്ക് കിട്ടുന്ന വിളകളൊക്കെ കുറയും, ക്രോപ്പുകളുടെ അളവ് കുറയും. അതുപോലെ ലീഡ്സ് ടു ഡ്രിങ്കിങ് വാട്ടർ ഷോർട്ടേജ്, നമുക്ക് കുടിക്കാൻ വെള്ളം ഉണ്ടാവുന്നത് അതിൻ്റെ അളവ് കുറയും അല്ലേ, അതിന് ഷോർട്ടേജ് സംഭവിക്കും. അതിന് സൊല്യൂഷൻ എന്താണ്? പ്രാക്ടീസ് റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗ് അല്ലേ, മഴവെള്ള സംഭരണി ഉണ്ടാക്കുക. പ്രൊമോട്ട് എഫിഷ്യൻറ്റ് ഇറിഗേഷൻ ടെക്നിക് ലൈക്ക് ഡ്രിപ്പ് ഇറിഗേഷൻ പോലത്തെ ഇറിഗേഷൻ ടെക്നിക്സ് പ്രൊമോട്ട് ചെയ്യുക. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ റൈറ്റ് എ ഷോർട്ട് എസ്സേ ഓൺ ദി ഇമ്പോർട്ടൻസ് ഓഫ് റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗ്. മഴവെള്ള സംഭരണിയുടെ ഇമ്പോർട്ടൻസിനെ കുറിച്ചിട്ട് ഒരു ഷോർട്ട് എസ്സേ എഴുതാനാണ്. ആൻഡ് സജസ്റ്റ് മെത്തേഡ്സ് ടു ഇംപ്ലിമെൻറ്റ് ഇറ്റ് ഇൻ യുവർ ലൊക്കാലിറ്റി. അത് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ, നിങ്ങളുടെ സ്ഥലത്ത് ഇംപ്ലിമെൻറ്റ് ചെയ്യാനുള്ള ഒരു മെത്തേഡ് എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. റെയിൻ വാട്ടർ ഹാർവെസ്റ്റിങ്ങിനെ കുറിച്ച് എസ്സേ എഴുതാനാണ്. അപ്പോൾ നിങ്ങളൊന്ന് ഷോർട്ടാക്കിയിട്ട് ഞാൻ അവിടെ കൊടുത്തിട്ടുണ്ട്. റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗ് ഇൻവോൾവ്സ് കളക്ടിങ് റെയിൻ വാട്ടർ ഇൻ ടാങ്ക്സ്, വെൽസ് ഓർ ചെക്ക് ഡാംസ്. റെയിൻ വാട്ടർ മഴവെള്ള സംഭരണി എന്ന് പറഞ്ഞാൽ എന്താണ്? റെയിൻ എന്താണ്? നമ്മൾ ടാങ്കിലും വെല്ലില്ലേ, കിണറിലും ഡാമിലും ഒക്കെ ഓരോ പാത്രത്തിലൊക്കെ എടുത്ത് വെക്കുന്നതിനെയാണ് അല്ലേ മഴവെള്ള സംഭരണി അല്ലേ. നമ്മൾ വരൾച്ചയിലൊക്കെ ഡ്രൈ പീരിയഡ്സിലൊക്കെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് റെയിന് പെയ്യുമ്പോൾ നമ്മൾ കളക്ട് ചെയ്ത് വെക്കുകയാണ് ചെയ്യുന്നത് അല്ലേ. ബെനിഫിറ്റ് അല്ലേ, ഉപയോഗം എന്താണ്? റെഡ്യൂസ് ഡിപ്പെൻഡൻസി ഓൺ ഗ്രൗണ്ട് വാട്ടർ അല്ലേ, ഗ്രൗണ്ട് വാട്ടറിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത് കുറയ്ക്കുന്നു അല്ലേ. എല്ലാത്തിനും നമ്മളെ ഗ്രൗണ്ട് വാട്ടർ സിസ്റ്റത്തിനെ അല്ലേ, നമ്മളെ കിണർ അങ്ങനത്തെ കിണറിലൊക്കെ വെള്ളം ഇല്ലെങ്കിലും നമുക്ക് എന്താണ് അതിനൊന്നും ആശ്രയിക്കേണ്ടി വരുന്നില്ല. വെള്ളമില്ലാത്ത സമയത്ത് നമുക്ക് നമ്മൾ എടുത്തു വെച്ച വെള്ളം ഉപയോഗിക്കാം. പ്രിവെൻറ്റ് വാട്ടർ ലോഗിങ്, വെള്ളം കെട്ടി നിൽക്കുന്നത് തടയുന്നു. ആൻഡ് എൻഷ്യൂർസ് വാട്ടർ അവൈലബിലിറ്റി ഡ്യൂറിങ് ഡ്രൈ പീരിയഡ്സിലെ, വരൾച്ചയിൽ ഡ്രൈ പീരിയഡ്സിലൊക്കെ വെള്ളത്തിൻ്റെ അവൈലബിലിറ്റി ഉറപ്പുവരുത്തുന്നു അല്ലേ. നമുക്ക് വെള്ളം ഇല്ലാത്ത സമയത്ത് വെള്ളം കിട്ടുന്നു. നമ്മൾ മഴവെള്ള സംഭരണിയിൽ വെള്ളമുണ്ട് അല്ലേ, നമ്മളങ്ങനെ ശേഖരിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഡ്രൈ പീരിയഡ്സിൽ വെള്ളം കിട്ടുന്നു. ആക്ടിവിറ്റി 4 തേർഡ് ക്വസ്റ്റ്യൻ ഡിസ്കസ് ദി എൻവയോൺമെൻറ്റൽ ഇമ്പാക്റ്റ് ഓഫ് ഓവർ യൂസിങ് ഗ്രൗണ്ട് വാട്ടർ റിസോഴ്സസ്. ഗ്രൗണ്ട് വാട്ടർ നമ്മൾ ഓവർ യൂസ് ചെയ്യുന്നതിൻ്റെ ഇമ്പാക്റ്റ്, എൻവയോൺമെൻറ്റൽ ഇമ്പാക്റ്റ് എന്താണ്? നമ്മൾ അനാവശ്യമായിട്ടില്ലേ, ഓവറായിട്ട് യൂസ് ചെയ്യുക, ആവശ്യത്തിൽ അധികം നമ്മൾ ഗ്രൗണ്ട് വാട്ടർ നമ്മൾ കിണറിലുള്ള വെള്ളങ്ങളൊക്കെ അല്ലെ, ഗ്രൗണ്ടിലുള്ള വെള്ളം, അടിത്തട്ടിലുള്ള വെള്ളങ്ങളൊക്കെ ഓവറായിട്ടില്ലേ, അനാവശ്യമായിട്ട് യൂസ് ചെയ്യുമ്പോൾ എന്തൊക്കെ ഇമ്പാക്റ്റാണ്, എന്തൊക്കെ എൻവയോൺമെൻറ്റൽ ഇമ്പാക്റ്റാണ് ഉണ്ടാകുന്നത്? ഡെബ്ലിറ്റ്സ് വാട്ടർ ടേബിൾസ് അല്ലേ, ജലവിധാനങ്ങളെ ഇല്ലാതാക്കുന്നു, ഡെബ്ലിറ്റ് ചെയ്യുന്നു, അതായത് ഇല്ലാതാക്കുന്നു, വാട്ടർ ടേബിൾസിനെ ഇല്ലാതാക്കുന്നു. നമ്മൾ ഓവറായിട്ട് ഗ്രൗണ്ട് വാട്ടർ യൂസ് ചെയ്താൽ അല്ലെ അങ്ങനത്തെ അതൊക്കെ ഇല്ലാതാവുകയാണ് ചെയ്യുന്നത്. നമ്മൾ കോസസ് ലാൻഡ് സബ്സിഡൻസ് ആൻഡ് എഫക്ട് സോയിൽ ഫെർട്ടിലിറ്റി, മണ്ണിൻ്റെ തകർച്ചയ്ക്ക് കാരണമാവുകയും അതുപോലെ സോയിലിൻ്റെ ഫലഭൂഷ്ഠത ഫെർട്ടിലിറ്റിയെ എഫക്റ്റ് ചെയ്യുകയും ഇല്ലാതാക്കുകയും ചെയ്യുന്നുണ്ട് അല്ലേ. ലാൻഡിൻ്റെ സബ്സിഡൻസിന് കാരണമാവുകയും അതുപോലെ സോയിൽ ഫെർട്ടിലിറ്റിനെ എഫക്റ്റ് ചെയ്യുകയും മണ്ണിൻ്റെ ഫലഭൂഷ്ഠത ഇല്ലാതാക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. ഓവറായിട്ട് നമ്മൾ ഗ്രൗണ്ട് വാട്ടർ യൂസ് ചെയ്യുമ്പോൾ മണ്ണിനൊക്കെ അത് ബാധിക്കുന്നുണ്ട്. നെക്സ്റ്റ് ആക്ടിവിറ്റി 5 വാട്ട് ഈസ് സീഡ് ഡിസ്പേഴ്സൽ. എന്താണ് സീഡ് ഡിസ്പേഴ്സൽ? വിത്ത് വിതരണം എന്താണ്? എക്സ്പ്ലെയിൻ 2 വേസ് ആനിമൽസ് കോൺട്രിബ്യൂട്ട് ടു സീഡ് ഡിസ്പേഴ്സൽ വിത്ത് എക്സാമ്പിൾസ്. ആനിമൽസ് എങ്ങനെയാണ് സീഡ് ഡിസ്പേഴ്സലിന് കാരണമാകുന്നത്? എക്സാമ്പിൾ വെച്ച് എക്സ്പ്ലെയിൻ ചെയ്യുക. അതായത് സീഡ് ഡിസ്പേഴ്സൽ ബൈ ആനിമൽസ്. ബേർഡ്സ് ഈറ്റ് ഫ്രൂട്ട് ആൻഡ് എക്സ്ക്രീറ്റ് സീഡ് ഫാർ ഫ്രം ദി പാരന്റ് പ്ലാന്റ് അല്ലേ. അവിടെ നിന്ന് എന്താണ് അവർ സീഡ്സ് അല്ലേ, ഫ്രൂട്ട്സ് ഈറ്റ് ചെയ്തിട്ട് വേറെ സ്ഥലത്ത് എക്സ്ക്രീറ്റ് ചെയ്യുന്നു അല്ലേ, കാഷ്ടിക്കുന്നു. അങ്ങനെ സീഡ് എന്താണ് വേറെ സ്ഥലത്തെത്തുന്നു അല്ലേ. സീഡ് ഡിസ്പേഴ്സ് ചെയ്യുക, ഒരു സ്ഥലത്ത് നിന്ന് വേറെ സ്ഥലത്തെത്തുന്നു. എക്സാമ്പിൾ ബെറീസ്. നെക്സ്റ്റ് വേറൊരു എക്സാമ്പിൾ ആനിമൽസ് ക്യാരി സീഡ്സ് സ്റ്റക്ക് ടു ദർ ഫർ അല്ലേ, അവരുടെ ഫറിൽ സ്റ്റക്കായിട്ട് നിൽക്കുന്ന സീഡ്സ് ആനിമൽസ് ക്യാരി ചെയ്ത് വേറെ സ്ഥലത്തെത്തുന്നു അല്ലേ, അവർ പോകുന്ന സ്ഥലത്തൊക്കെ എത്തുന്നു. എക്സാമ്പിൾ എന്താണ് ബേർഡ് ഡോഗ് സീഡ്സ്.
ആനിമൽസിൻ്റെതാണ് ചോദിച്ചത്. അപ്പോൾ ഇത് രണ്ടും ഏതാ? വേറെ ഏതൊക്കെ മെത്തേഡ് ഉണ്ട്? ബൈ വിൻഡ്, ബൈ വാട്ടർ, വെള്ളത്തിലൂടെ സീഡ് ഡിസ്പേഴ്സ് ആവുന്നതിന് എക്സാമ്പിൾ കോക്കനട്ട്, ലോട്ടസ്, അതുപോലെ വിൻഡ് കാറ്റിലൂടെ, അപ്പൂപ്പൻ താടികൾ, അങ്ങനെ ഒരുപാട് മെത്തേഡ് ഉണ്ട്. അത് നിർബന്ധമായിട്ട് പഠിക്കുക, ഇമ്പോർട്ടൻ്റ് ആണ്. നെക്സ്റ്റ് സെക്കൻഡ് ക്വസ്റ്റ്യൻ, കോക്കനട്ട് സീഡ്സ് ഫ്ലോട്ട് ഓൺ വാട്ടർ ടു റീച്ച് ഫാർ അവേ പ്ലേസസ്. കോക്കനറ്റില്ലേ നമ്മൾ കണ്ടിട്ട് തേങ്ങ വെള്ളത്തിൽ പൊന്തി കിടക്കുന്നതില്ലേ, ഫ്ലോട്ട് ചെയ്ത് നിൽക്കുന്നതില്ലേ, വേറൊരു സ്ഥലത്ത് എത്താൻ വേണ്ടിയിട്ട് സീഡ് ഡിസ്പേഴ്സലാണ് അവിടെ നടക്കുന്നത് അല്ലേ, വെള്ളത്തിലൂടെ വേറെ സ്ഥലമല്ലേ, വേറെ സ്ഥലത്തെത്തുന്നു. എക്സ്പ്ലെയിൻ ഹൗ ദിസ് അഡാപ്റ്റേഷൻ ഹെൽപ്സ് ഇൻ സീഡ് ഡിസ്പേഴ്സൽ. എങ്ങനെയാണ് ഈ അഡാപ്റ്റേഷൻ സീഡ് ഡിസ്പേഴ്സലിനെ സഹായിക്കുന്നത്, ഹെൽപ്പ് ചെയ്യുന്നത്? ബോൺ ഡ്യൂ ടു ഇസ് ഫൈബ്രസ് ഹസ്ക് അല്ലെ, നാരുകളുള്ള പുറന്തോട് കാരണം വെള്ളത്തിൽ പൊന്തി കിടക്കാൻ കഴിയുന്നു അല്ലേ, അങ്ങനെ ഒരു അഡാപ്റ്റേഷൻ ഉണ്ട്. കോക്കനറ്റിനതാണ് ഹസ്കിലെ, ഫൈബ്രസ് ഹസ്കിലെ, നല്ല നാരുകളുള്ള പുറന്തോടുകളാണ്, പുറംപാളിയാണ് ഉള്ളത് അല്ലേ. ക്യാൻ ഫ്ലോട്ട് ഇൻ വാട്ടർ ആൻഡ് ട്രാവൽ ടു ഡിസ്റ്റൻറ്റ് പ്ലേസസ് അല്ലേ. അപ്പോൾ വാട്ടറിൽ ഇങ്ങനെ ഫ്ലോട്ട് ചെയ്ത് ഇങ്ങനെ പൊന്തി കിടക്കാൻ തേങ്ങക്ക് കഴിയും, കോക്കനറ്റിന് കഴിയും അല്ലേ. അങ്ങനെ ട്രാവൽ ടു ഡിസ്റ്റൻറ്റ് പ്ലേസസ്, അങ്ങനെ പൊന്തി കിടന്നിട്ട് ഇങ്ങനെ ഒഴുകി കുറേ സ്ഥലങ്ങളിലേക്ക് എത്താൻ കഴിയും. അതൊക്കെയാണ് കോക്കനറ്റിൻ്റെ അഡാപ്റ്റേഷൻ അല്ലേ. നെക്സ്റ്റ് ഫിഫ്ത്തിൽ തേർഡ് ക്വസ്റ്റ്യൻ, റൈറ്റ് അബൌട്ട് വൺ പ്ലാന്റ് ഹൂസ് സീഡ്സ് ബേസ്റ്റ് ഓപ്പൺ ടു സ്കാറ്റർ ആൻഡ് ദി ഇമ്പോർട്ടൻസ് ഓഫ് ദിസ് പ്രോസസ്. ഇപ്പോൾ പൊട്ടിത്തെറിക്കുന്നല്ലേ, ബേസ്റ്റ് ഓപ്പൺ ടു സ്കാറ്റർ, ഇങ്ങനത്തെ ഒരു പ്ലാന്റിന് എക്സാമ്പിൾ, അതിൻ്റെ ഇമ്പോർട്ടൻസ്, ഈ പ്രോസസ്സിൻ്റെ ഇമ്പോർട്ടൻസ്, പ്രാധാന്യത്തെക്കുറിച്ചിട്ടും എക്സ്പ്ലെയിൻ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ സീഡ് ഡിസ്പേഴ്സലിൻ്റെ മെത്തേഡാണ് എന്ത്, പൊട്ടിത്തെറിച്ചിട്ട് എല്ലായിടത്തും എത്തുന്നത്. അതൊരു സീഡ് ബാക്കിയുള്ള സ്ഥലത്ത് എത്താനുള്ളൊരു മെത്തേഡാണ് അല്ലേ. അപ്പോൾ അതിനൊരു എക്സാമ്പിളാണ് ബൾസം എന്ന് പറയുന്നത്. ബേസ്റ്റിംഗ് സീഡ്സ് അല്ലേ, ബേസ്റ്റിംഗ് സീഡ്സ്, സീഡ് പൊട്ടിത്തെറിക്കുന്നത്, അതിൻ്റെ ഇമ്പോർട്ടൻസ് അല്ലേ, പ്രാധാന്യം എന്താണ്? എൻഷ്യൂർ സീഡ് സ്കാറ്റർ ഓവർ എ വൈഡ് ഏരിയ ഫോർ ബെറ്റർ ഗ്രോത്ത് ഓപ്പർച്യൂണിറ്റീസ്. അങ്ങനെ പൊട്ടിത്തെറിക്കുമ്പോൾ കുറേ സ്ഥലങ്ങളിൽ വൈഡ് ഏരിയയിലേക്ക് അത് എത്തുന്നു അല്ലേ, സീഡ്സ് എല്ലാ സ്ഥലങ്ങളിലേക്ക് എത്തിയിട്ട് ബെറ്റർ ഗ്രോത്ത് ഓപ്പർച്യൂണിറ്റീസിൽ എല്ലായിടത്തും ആ പ്ലാന്റ് എത്താൻ വേണ്ടിയിട്ട് സഹായിക്കുന്നു. നെക്സ്റ്റ് ആക്ടിവിറ്റി 6ൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വൈ ഡു പ്ലാന്റ്സ് നീഡ് വാട്ടർ. പ്ലാന്റ്സിന് എന്തിനാണ് വെള്ളത്തിൻ്റെ ആവശ്യം? ഡിസ്കസ് 3 റോൾസ് ഓഫ് വാട്ടർ ഇൻ പ്ലാന്റ് ഗ്രോത്ത് ആൻഡ് സർവൈവൽ. പ്ലാന്റ് ഗ്രോത്തിൽ വാട്ടറിൻ്റെ റോള് അല്ലേ, 3 റോൾസ് എഴുതാനാണ് പറഞ്ഞത്. എന്തിനാണ്? പ്ലാന്റിൻ്റെ വളർച്ചയ്ക്ക് വാട്ടർ ആവശ്യമാണ്, വെള്ളം വേണ്ടേ. റോൾസ് ഓഫ് വാട്ടർ ഇൻ പ്ലാന്റ്സിൽ വാട്ടർ എന്തൊക്കെയാണ് ചെയ്യുന്നത്? ട്രാൻസ്പോർട്ട് ന്യൂട്രിയൻസ് ഫ്രം റൂട്ട് ടു ലീവ്സ് അല്ലെ, അതിൻ്റെ വേരുകൾ റൂട്ടിൽ നിന്നും ലീവ്സിലേക്ക് അല്ലെ, അതിൻ്റെ ഇലകളിലേക്ക് എന്താണ്, ന്യൂട്രിയൻസിനെ ട്രാൻസ്പോർട്ട് ചെയ്യുന്നു അല്ലെ. മെയിൻറ്റെയിൻ പ്ലാന്റ് സ്ട്രക്ചർ ത്രൂ ടേർജിഡിറ്റി. അപ്പം പ്ലാന്റിൻ്റെ സ്ട്രക്ചർ മെയിൻറ്റെയിൻ ചെയ്യുന്നു വാട്ടറിൽ. വെള്ളം കിട്ടാതെ പ്ലാന്റൊക്കെ ഉണങ്ങിപ്പോകും ഇല്ലേ, ഉണങ്ങി അതിൻ്റെ സ്ട്രക്ചർ തന്നെ മാറും. അപ്പോൾ വെള്ളം ഉണ്ടായതുകൊണ്ടാണ് അതിൻ്റെ സ്ട്രക്ചർ അങ്ങനെ നിലനിൽക്കുന്നത്. അപ്പോൾ വെള്ളമാണ് പ്ലാന്റിൻ്റെ സ്ട്രക്ചർ മെയിൻറ്റെയിൻ ചെയ്യുന്നത് അല്ലേ, നിലനിർത്തുന്നത്. എസെൻഷ്യൽ ഫോർ ഫോട്ടോസിന്തസിസ്. ഫോട്ടോസിന്തസിസിന് എന്താണ്? വെള്ളം ആവശ്യമാണ് അല്ലേ. ഫോട്ടോസിന്തസിസ്, പ്രകാശ സംശ്ലേഷണത്തിന് വാട്ടർ എസെൻഷ്യലാണ്, അത്യാവശ്യമാണ്. അപ്പോൾ പ്ലാന്റ്സിൽ എന്തൊക്കെ റോളാണ് വാട്ടർ വഹിക്കുന്നത്, വെള്ളത്തിൻ്റെ ഉപയോഗം എന്തിനൊക്കെയാണ്? ഫോട്ടോസിന്തസിസിന് ആവശ്യമാണ്, പ്ലാന്റിൻ്റെ സ്ട്രക്ചർ മെയിൻറ്റെയിൻ ചെയ്യാൻ ആവശ്യമാണ്, ന്യൂട്രിയൻസിനെ റൂട്ടിൽ നിന്നും ലീവ്സിലേക്ക് ട്രാൻസ്പോർട്ട് ചെയ്യാനും വെള്ളം ആവശ്യമാണ്. നെക്സ്റ്റ് 6ൽ സെക്കൻഡ് ക്വസ്റ്റ്യൻ, എക്സ്പ്ലെയിൻ ദി റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ലീഫ് വെനേഷൻ ആൻഡ് ദി ടൈപ്പ് ഓഫ് റൂട്ട് സിസ്റ്റം ഇൻ പ്ലാന്റ്സ്. പ്രൊവൈഡ് എക്സാമ്പിൾസ്. റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ലീഫ് വെനേഷൻ ആൻഡ് റൂട്ട് സിസ്റ്റം ലീഫിൻ്റെ വെനേഷനും തമ്മിലുള്ള റിലേഷനാണ് ചോദിച്ചത്. പ്ലാന്റ്സ് വിത്ത് പാരലൽ വെനേഷൻ ഹാവ് ഫൈബ്രസ് റൂട്ട്സ്. എക്സാമ്പിൾ ഗ്രാസ് അല്ലെ, ഗ്രാസിന് എന്താണ്? ഫൈബ്രസ് റൂട്ടാണ് അല്ലേ, ഇങ്ങനെ നാരുകൾ പോലുള്ള ഫൈബ്രസ് ആയിട്ടുള്ള അല്ലേ, അങ്ങനത്തെ റൂട്ടാണ് ഗ്രാസിന്, പുല്ലിനുള്ളത്. അതിനെന്തായിരിക്കും വെനേഷൻ? പാരലൽ വെനേഷൻ ആയിരിക്കും, അതിൻ്റെ ലീഫിന്, ഇലകൾക്ക് പാരലൽ വെനേഷൻ ആയിരിക്കും. അപ്പോൾ പാരലൽ വെനേഷൻ ഉള്ളത് ഫൈബ്രസ് റൂട്ടുകൾക്ക്, നാരുകൾ പോലുള്ളതിന് പാരലൽ വെനേഷൻ ആയിരിക്കും. പ്ലാന്റ്സ് വിത്ത് റെക്ടിക്കുലേറ്റ് വെനേഷൻ ഹാവ് ടാപ്പ് റൂട്ട്. അപ്പോൾ ടാപ്പ് റൂട്ട് ഉള്ളതിന് റെറ്റിക്കുലേറ്റ് വെനേഷൻ ആയിരിക്കും അതിൻ്റെ ലീഫിന്. എക്സാമ്പിൾ ജാക്ക് ഫ്രൂട്ട് ട്രീ. ജാക്ക് ഫ്രൂട്ടിൻ്റെ ഇല നിങ്ങൾ കണ്ടിട്ടില്ല, അതെങ്ങനെയാണ്? റെക്ടിക്കുലേറ്റ് വെനേഷനാണ്, അതിലെ വെയിൻസ് ഇല്ല, ലീഫിൻ്റെ സ്ട്രക്ചർ ശ്രദ്ധിക്കുക, അത് റെക്ടിക്കുലേറ്റ് വെനേഷനാണ്. അപ്പോൾ അങ്ങനെയുള്ളതിന് എന്തായിരിക്കും? ടാപ്പ് റൂട്ട് ആയിരിക്കും, അതിൻ്റെ റൂട്ട് ടാപ്പ് റൂട്ട് ആയിരിക്കും. എക്സാമ്പിൾ ജാക്ക് ഫ്രൂട്ട് ട്രീ. ഇപ്പോൾ ടാപ്പ് റൂട്ട് ആണെങ്കിൽ റെക്ടിക്കുലേറ്റ് വെനേഷൻ ആയിരിക്കും, ഫൈബ്രസ് റൂട്ട് ആണെങ്കിൽ പാരലൽ വെനേഷൻ ആയിരിക്കും. വെരി ഇമ്പോർട്ടൻറ്റ്, പഠിച്ചു വെക്കുക. നെക്സ്റ്റ് 6ൽ തേർഡ് ക്വസ്റ്റ്യൻ, വാട്ട് ആർ ദി ബെനിഫിറ്റ് ഓഫ് യൂസിങ് ഹൈഡ്രോഫോണിക്സ് ടു ഗ്രോ പ്ലാന്റ്സ് ഇൻ അർബൻ ഏരിയാസ്. അർബൻ ഏരിയാസിൽ പ്ലാന്റ്സ് ഗ്രോ ചെയ്യാൻ ഹൈഡ്രോഫോണിക്സിൻ്റെ ബെനിഫിറ്റ്സ് എന്തൊക്കെയാണ്? ബെനിഫിറ്റ്സ് ഓഫ് ഹൈഡ്രോഫോണിക്സിൻ്റെ ഉപയോഗം, ബെനിഫിറ്റ്സ് എന്തൊക്കെയാണ്? റിക്വയർസ് ലെസ് സ്പേസ്, കുറച്ച് സ്ഥലം മതി. മേക്കിംഗ് ഇറ്റ് ഐഡിയൽ ഫോർ അർബൻ ഫാമിങ്ങിന് ഐഡിയലാക്കി മാറ്റുന്നു. യൂസസ് ന്യൂട്രിയൻ റിച്ച് വാട്ടർ, റെഡ്യൂസിങ് സോയിൽ ഡിപ്പെൻഡൻസി.
അല്ലെ, മണ്ണിൻ്റെ ഉപയോഗം കുറയ്ക്കുന്നു. മണ്ണിലല്ല അല്ലേ, അത് വാട്ടർ, ന്യൂട്രിയൻ റിച്ച് വാട്ടർ ഉപയോഗിച്ചാണ് ഹൈഡ്രോപോണിക്സ് നടത്തുന്നത്. അപ്പോൾ സോയിൽ കുറവ് മതി. സോയിലിൻ്റെ ഉപയോഗം കുറയ്ക്കുന്നു. എന്താണ് യൂസ് ചെയ്യുന്നത്? ന്യൂട്രിയൻ റിച്ച് വാട്ടറാണ് യൂസ് ചെയ്യുന്നത്. ഇതേ സെയിം ക്വസ്റ്റ്യൻ നമ്മൾ മുന്നേ ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻ പേപ്പറിലും ഉള്ളതാണ്. അതിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അതാണ് ജസ്റ്റ് പറഞ്ഞു പോകുന്നത്. നെക്സ്റ്റ് ആക്ടിവിറ്റി 7 ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഹൗ ഡസ് ദി മൂൺ ഷൈൻ ഈവൻ ദോ ഇറ്റ് ഈസ് നോട്ട് എ സോഴ്സ് ഓഫ് ലൈറ്റ്? ലൈറ്റിൻ്റെ സോഴ്സ് അല്ല മൂൺ, എന്നിട്ടും അത് ഷൈൻ ചെയ്യാൻ കാരണം എന്താണ്? ഹൗ ദി മൂൺ ഷൈൻ, എങ്ങനെയാണ് മൂൺ തിളങ്ങുന്നത്, ഷൈൻ ചെയ്യുന്നത്? ദി മൂൺ റിഫ്ലക്ട് സൺലൈറ്റ്, മൂൺ എന്താണ്? സൺലൈറ്റിനെ റിഫ്ലക്റ്റ് ചെയ്യുന്നു. മേക്കിംഗ് ഇറ്റ് അപ്പിയർ ബ്രൈറ്റ്, അല്ലേ, അതെന്താണ്? ബ്രൈറ്റായിട്ട് അപ്പിയർ ചെയ്യുന്നു. നമ്മൾ മൂന്നില്ലേ, രാത്രി കാലങ്ങളിൽ മൂന്ന് തിളങ്ങുന്നത് കാണുന്നുണ്ട്. അതെന്താണ്? സൺലൈറ്റിൻ്റെ റിഫ്ലക്ഷനാണ്. ദി മൂൺ റിഫ്ലക്ട് സൺലൈറ്റ്, സൺലൈറ്റിനെ റിഫ്ലക്റ്റ് ചെയ്യുന്നതാണ്. നെക്സ്റ്റ് സെക്കൻഡ് ക്വസ്റ്റ്യൻ, ലിസ്റ്റ് 3 ഡിഫറൻസ് ബിറ്റ്വീൻ സ്റ്റാർസ് ആൻഡ് പ്ലാനറ്റ്സ്. സ്റ്റാർസും പ്ലാനറ്റ്സും തമ്മിലുള്ള 3 ഡിഫറൻസ്, വ്യത്യാസം ഏതാണ്? സ്റ്റാർസ് ആർ സെൽഫ് ലൂമിനസ് വൈൽ പ്ലാനറ്റ് റിഫ്ലക്ട് ലൈറ്റ്. സ്റ്റാർസ് എങ്ങനെയാണ്? സെൽഫ് ലൂമിനസ് ആണ്, സ്വയം അങ്ങനെ പ്രകാശിക്കുകയാണ്. പക്ഷേ പ്ലാനറ്റ് എങ്ങനെയാണ്? ലൈറ്റിനെ റിഫ്ലക്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. സ്റ്റാർ ട്വിങ്കിൾ ബട്ട് പ്ലാനറ്റ് ഷൈൻ സ്റ്റെഡിലി. സ്റ്റാർസ് ഇങ്ങനെ തിളങ്ങൂല്ലേ, ടിങ്കിൾ ലിറ്റിൽ സ്റ്റാർ, ടിങ്കിൾ ചെയ്യുകയാണ് ചെയ്യുന്നത്. പ്ലാനറ്റ്സ് എന്താണ്? സ്റ്റഡി ആയിട്ട് ഷൈൻ ചെയ്യുക, തിളങ്ങുകയാണ് ചെയ്യുന്നത്. സ്റ്റാർസ് ആർ ഫാദർ ഫ്രം എർത്ത് കമ്പയർഡ് ടു പ്ലാനറ്റ്. പ്ലാനറ്റിനെ കമ്പയർ ചെയ്യുമ്പോൾ സ്റ്റാർസ് എന്താണ്? വളരെ ദൂരത്താണ്, അല്ലേ, ഫാർദർ ഫ്രം എർത്ത്, എർത്തിൽ നിന്നും ഒരുപാട് ദൂരത്താണ്. പ്ലാനറ്റിനെ കമ്പയർ ചെയ്യുമ്പോൾ സ്റ്റാർസ് കുറേ ദൂരത്താണ്. നെക്സ്റ്റ് തേർഡ് ക്വസ്റ്റ്യൻ, റൈറ്റ് അബൌട്ട് ദി റോൾ ഓഫ് ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റ് ഇൻ മോഡേൺ കമ്മ്യൂണിക്കേഷൻ ആൻഡ് നാവിഗേഷൻ സിസ്റ്റം. അപ്പോൾ മോഡേൺ കമ്മ്യൂണിക്കേഷത്തിലും നാവിഗേഷൻ സിസ്റ്റത്തിലും ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റിൻ്റെ റോള്, അല്ലേ, പങ്കെന്താണ്? റോൾ ഓഫ് ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റ് എന്തിനെ ഹെൽപ്പ് ചെയ്യുന്നു? ഹെൽപ്പിംഗ് GPS നാവിഗേഷന് വേണ്ടിയിട്ട് സഹായിക്കുന്നു. പ്രൊവൈഡ് വെതർ ഫോർകാസ്റ്റ്, അല്ലെ, കാലാവസ്ഥ പ്രവചനം നടത്തുന്നു, അല്ലെ, പ്രൊവൈഡ് ചെയ്യുന്നു. അതുപോലെ എനേബിൾ കമ്മ്യൂണിക്കേഷൻ നെറ്റ്വർക്ക് ലൈക്ക് മൊബൈൽ ഫോൺസ് പോലത്തെ കമ്മ്യൂണിക്കേഷൻ നെറ്റ്വർക്ക് എനേബിൾ ചെയ്യുന്നു. അപ്പോൾ ഇതൊക്കെ ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റിൻ്റെ റോളാണ്. 8 ഫസ്റ്റ് ക്വസ്റ്റ്യൻ, നെയിം ദി സെലീഷ്യൽ ബോഡീസ് ഇൻ ദി സോളാർ സിസ്റ്റം ആൻഡ് എക്സ്പ്ലെയിൻ ദി ഫങ്ഷൻസ് ഓഫ് ആൻ ഓർബിറ്റ്. ഓർബിറ്റിൻ്റെ ഫങ്ഷൻസ് എക്സ്പ്ലെയിൻ ചെയ്യാനും സോളാർ സിസ്റ്റത്തിലുള്ള സെലീഷ്യൽ ബോഡീസിൻ്റെ നെയിം എഴുതാനും പറഞ്ഞിട്ടുണ്ട്. പ്ലാനറ്റ്സ്, മൂൺസ് ആൻഡ് അതർ ഒബ്ജക്ട്സ് റിവോൾവ് അറൗണ്ട് ദി സൺ ഓർ അതർ സെലീഷ്യൽ ബോഡീസ് ഇൻ ഫിക്സഡ് പാത്ത്സ് കാൾഡ് ഓർബിറ്റ്. ഒരു ഫിക്സഡ് ആയിട്ടുള്ള പാത്തിൽ പ്ലാനറ്റ്സ്, മൂണ്, അല്ലെ, അതുപോലുള്ള ബാക്കിയുള്ള ഒബ്ജക്ട്സ് ഒക്കെ സണ്ണിന് ചുറ്റും ഇങ്ങനെ റിവോൾവ് ചെയ്യുന്നതിനെയാണ് ഓർബിറ്റ് എന്ന് പറയുന്നത്. സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഹൗ ഡു ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റ് ഹെൽപ്പ് ഇൻ വെതർ ഫോർകാസ്റ്റിംഗ്? പ്രൊവൈഡ് എക്സാമ്പിൾസ്. വെതർ ഫോർകാസ്റ്റിംഗ്, കാലാവസ്ഥാ പ്രവചനത്തിൽ ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റ് എങ്ങനെയാണ് സഹായിക്കുന്നത്? എന്താണ്? റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റ് വെതർ ഫോർകാസ്റ്റിംഗിൽ എങ്ങനെയാണ് സഹായിക്കുന്നത്? കളക്ട് അറ്റ്മോസ്ഫിയറിക് ഡാറ്റ ടു പ്രഡിക്റ്റ് വെതർ കണ്ടീഷൻ, അല്ലെ, കാലാവസ്ഥ ഇപ്പോൾ എങ്ങനെയാണെന്ന് പ്രഡിക്റ്റ് ചെയ്യാനില്ലേ, പ്രവചിക്കാൻ വേണ്ടിയിട്ട് അറ്റ്മോസ്ഫിയറിലുള്ള ഡാറ്റ കളക്ട് ചെയ്യുന്നത് സാറ്റലൈറ്റുകളാണ്. എക്സാമ്പിൾ, ഇൻസാറ്റ് സാറ്റലൈറ്റ് യൂസ്ഡ് ഇൻ ഇന്ത്യയിൽ യൂസ് ചെയ്യുന്നത് ഇൻസാറ്റ് സാറ്റലൈറ്റ് ആണ്. നെക്സ്റ്റ് തേർഡ് ക്വസ്റ്റ്യൻ, റൈറ്റ് എ നോട്ട് ഓൺ ഇന്ത്യാസ് ചാന്ദ്രയാൻ മിഷൻ ആൻഡ് ദ സിഗ്നിഫിക്കൻസ് ഇൻ സ്പേസ് എക്സ്പ്ലോറേഷൻ. ചാന്ദ്രയാൻ മിഷൻ, ചാന്ദ്രയാൻ 1 മാപ്ഡ് ദി ലൂണാർ സർഫസ് ഇൻ 2008. ചാന്ദ്രയാൻ 2 അറ്റംപ്റ്റഡ് എ സോഫ്റ്റ് ലാൻഡിംഗ് ഇൻ 2019. ചാന്ദ്രയാൻ മിഷനെ കുറിച്ചിട്ട് ഡീറ്റെയിൽ ആയിട്ട് മറ്റേ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ 3 ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ആൾറെഡി ഇപ്പോൾ ഇട്ട് കഴിഞ്ഞിട്ടുണ്ട്. ആ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എല്ലാം കാണേണ്ടതാണ്.